നമുക്ക് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അത് കുരുമുളക് ഇട്ടിട്ട് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ആദ്യം ഉലുവ, കടുക്, ചെറിയുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, 2 അല്ലി കറിവേപ്പില അത് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും മുളകും ഒരു 3 മുളകും ചേർത്ത് അതും നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. 1 കപ്പ് പുളിവെള്ളമാണ് ഞാൻ ചേർക്കണത്. അതും ആവശ്യത്തിന് നിങ്ങൾക്ക് കറീൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മത്തി 1 കിലോ ചേർക്കാം. മത്തി ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ നമ്മളെ മത്തിക്ക് റെഡിയായി. ഡെക്കറേഷന് വേണ്ടി നമുക്ക് കറിവേപ്പില അതിലേക്ക് വാരി വിതറാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്.